കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക ഘോഷയാത്രയോടെ തുടക്കമായി. 3 ദിവസങ്ങളിലായി കോഴിക്കോട് വെച്ചാണ് സമ്മേളനം നടക്കുക. COA സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിലേക്ക് നടന്ന മഹാസാംസ്കാരിക ഘോഷയാത്ര സാഹിത്യനഗരിയുടെ ഹൃദയം കവർന്നു. COA എന്ന ജനകീയ പ്രസ്ഥാനത്തിന്റെ കരുത്തും മാധ്യമരംഗത്ത് ജനകീയ ബദൽ എന്ന നിലയ്ക്കുള്ള മികവും വിളിച്ചോതിക്കൊണ്ടാണ് ഘോഷയാത്ര സാംസ്കാരിക തനിമയോടെ സമാപിച്ചത്. കേരളത്തിന്റെ കലാസാംസ്കാരിക പുരോഗമന മൂല്യങ്ങളെയും മതേതര സാമൂഹ്യ കാഴ്ചപ്പാടിനെയും അതിമനോഹരമായി വർണ്ണാഭമായി ആവിഷ്കരിക്കുന്നതായിരുന്നു COA സംസ്ഥാന സമ്മേളന വേദിയായ കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിലേക്ക് നടത്തിയ സാംസ്കാരിക ഘോഷയാത്ര. മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള COA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ കലാരൂപങ്ങളും പ്ലോട്ടുകളും നിറഞ്ഞാടി. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ ജനകീയ ബദൽ എന്ന ആശയത്തെ സാക്ഷ്യപ്പെടുത്തുന്ന പ്ലോട്ടുകളും കരകാട്ടം, കാവടി, പഞ്ചവാദ്യം, കഥകളി, കോൽക്കളി, ബാൻഡുമേളം, തെയ്യക്കോലങ്ങൾ, വിവിധ നൃത്തസ്വരൂപങ്ങൾ എന്നിവയുമെല്ലാം അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്ര സാഹിത്യനഗരിയെ ആവേശത്തിലാഴ്ത്തി. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. ചില KSEB ഉദ്യോഗസ്ഥർ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് എളമരം കരീം പറഞ്ഞു. മുൻപ് KSEB തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രതിലോഭകരമായ നയങ്ങൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ആ ഇലക്ട്രിക് പോളിൽ ഒരു അഡീഷണൽ വരുമാനം ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടും. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് അമിതമായ ചാർജ് ആവശ്യപ്പെട്ടാൽ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. പുതിയ ഡിഷ് ഉപയോഗിച്ച് സിഗ്നൽ കൊടുക്കുന്ന വേറെ കമ്പനികളുണ്ട്. ഈ വയർ ഒഴിവാക്കിയിട്ട് വലിയ മുതൽ മുടക്കോടുകൂടി അവർ മത്സരരംഗത്ത് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ അമിതമായി ചാർജ് ഈടാക്കിയാൽ ഉപഭോക്താക്കൾ വേറെ സോഴ്സ് അന്വേഷിക്കും. ഈ മത്സരത്തെ നേരിട്ടുകൊണ്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്. രാവിലെ മുതൽ ഒരു ചെറിയ വാഹനം എടുത്ത് ഗോണിയുമായി എവിടെയാണ് ഡിസ്റപ്ഷൻ ഉള്ളത്, എവിടെയാണ് സിഗ്നൽ വീക്ക് ഉള്ളത്, പരാതി എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് ഈ സാധുക്കൾ ഓടി നടക്കുക. ഈ ചെറുപ്പക്കാർ അവരുടെ ഉപഭോക്താവിൻ്റെ താല്പര്യം നിലനിർത്തി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി കണക്ഷൻ നിലനിന്ന് കിട്ടാൻ. ഇല്ലെങ്കിൽ മത്സരത്തിന് വേറെ ആളുണ്ട്, ഇവിടെ വലിയ വൻകിടക്കാരുണ്ട്. അവർ വലിയ ഓഫറുകൾ നൽകും. ഇവർ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ നിക്ഷേപം നടത്തിയാണ് ഈ ജീവിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ട മാസവാടക എല്ലാം കൃത്യമായി തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ മാസം വരവ് ചെലവ് കണക്കുകൂട്ടി നോക്കിയാൽ ഒത്തുപോകാത്ത നിരവധി കേബിൾ TV ഓപ്പറേറ്റർമാരെ എനിക്ക് നേരിട്ടറിയാം. കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോകുമ്പോൾ ഈ സുഹൃത്തുക്കളെ പലപ്പോഴും എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്ന സിഗ്നലുകളിലൂടെ, അവരുടെ സേവനങ്ങളിലൂടെ ജനഹിതത്തെ മറന്ന് യാതൊന്നും അവർ ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതാണ് അവരുടെ സംസ്കാരം. ഇതാണ് ബദൽ എന്ന് പറയുന്നത്.
ഇത്തരം ബദലുകളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം എല്ലാ രംഗത്തും വലിയ പ്രയാസത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അവരുടെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ അവിടെ ഉന്നയിച്ചത്. വൈകാരികമായി തന്നെ അതിനോട് പ്രതികരിക്കാൻ ഞാൻ താല്പര്യമെടുത്തത് അതുകൊണ്ടാണ്. ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണം. LDF സർക്കാർ കേബിൾ TV ഓപ്പറേറ്റർമാർക്കൊപ്പമാണ്. ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകൾ ഇതിനെതിരെ നീങ്ങിയാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KV രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് NCV. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.